ഹായ് നമസ്തേ, എല്ലാവർക്കും സ്വാഗതം മുംബൈ മലയാളിയുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ നിങ്ങളെ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യൂ എന്ന് പറയുന്നത് വലിയ ഒരു കുന്നാണ്. അതായത് ഇത് ശബരിമലയ്ക്ക് അടുത്തുള്ള ഒരു കുന്നാണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമായി കാണും. കാരണം റാന്നിക്ക് പോകുന്ന വഴിയിലുള്ള, അതായത് അയ്യപ്പൻ്റെ തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന അയിരൂർ ചെറുകോൽപ്പുഴ ഗ്രാമം, അയിരൂർ വില്ലേജിൽ ചെറുകോൽപ്പുഴ ഗ്രാമത്തിൽ താഴെ പമ്പയാറ് ഒഴുകുന്നു. അതാണ് അങ്ങ് വിദൂരത്തിൽ കണ്ട ഏകദേശം ഇവിടെ നിന്ന് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ, 6 കിലോമീറ്റർ ദൂരത്തിലാണ് ആ കാണുന്ന മല. അത് അക്കരെയാണ് ഈ പമ്പയാറിൻ്റെ ശബരിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പമ്പയാറ് ഇവിടെ ചെറുകോൽപ്പുഴയ്ക്കുള്ള കടന്നു പോകുന്ന അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ സ്വാമി അയ്യപ്പൻ്റെ തിരുവാഭരണം എടുത്തു വെക്കുന്ന സ്ഥലം. അടുത്ത ദിവസം പ്രഭാതത്തിൽ തിരിച്ച് യാത്ര പുറപ്പെടുന്ന ആ സ്വാമി അയ്യപ്പൻ്റെ തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന പാത ഈ പമ്പയാറ് കടന്നു പോകുന്ന അപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് നീങ്ങി ഇത് ഡാമിന് വേണ്ടിയിട്ട്, ഇത് ജലസേചന പദ്ധതിക്ക് വേണ്ടിയിട്ട് പണിത പാലമുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി കടന്ന് അക്കരയ്ക്ക് പോകും. ആണ് ആ പാലം കാണുന്നത്. പമ്പയാറ് ഇതിൻ്റെ അടിയിൽ കൂടി തന്നെ കടന്നു പോകുന്നുണ്ട്. മുമ്പേ നമ്മൾ കാണിച്ച സ്ഥലത്തു നിന്ന് കുറച്ച് ഇങ്ങോട്ട് 2 കിലോമീറ്റർ ഇപ്പുറയാണിത്. ശബരിമലയിൽ നിന്ന് ഉത്ഭവിച്ച് ഇത് ഇങ്ങനെ അറബിക്കടലിൽ ചെന്ന് പതിക്കും. ഇത് ചെറുകോൽപ്പുഴ സൈഡിലുള്ള, അയിരൂർ സൈഡിലുള്ള പാലമാണ്. ഇറിഗേഷന് വേണ്ടിയിട്ട് പണ്ടുണ്ടാക്കിയ, അതിന് മുകളിൽ ഉണ്ടാക്കിയ പാലമാണ്. അതായത് വെള്ളം പമ്പ് ചെയ്യാൻ, വെള്ളം കൃഷി ആവശ്യത്തിന്. അപ്പോൾ അതിന് മുകളിൽ ഇപ്പം വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള റോഡിൽ കൂടി അക്കരയ്ക്ക് പോകുന്ന തിരുവാഭരണ ഘോഷയാത്ര പോകുന്ന റൂട്ട്. ഇവിടെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഒന്നുകൂടി ക്ലിയറായിട്ട് ഇവിടെ ഇങ്ങനെ കയറി വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഈ സ്ഥലത്തേക്ക് കയറി വരികയാണ്. ഇങ്ങനെ 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 ഈ പടവുകൾ ഇവിടെ ഉണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു അങ്ങോട്ട് ഇറങ്ങാനായിട്ട് കടവിലേക്ക്. ഇവിടെ ഇങ്ങനെ ഈ ഭൂമിയാണ് നമ്മുടെ. ഇവിടെ ചെറിയ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീട് പണിയുന്നതിനോടനുബന്ധിച്ച്. അതാണ് ഈ കാണുന്നത്. ഞാൻ ഇവിടെ നിന്നാണ് ഈ വീഡിയോ എടുത്തത്. കാണാം, പുറകിലൊരു വീടുണ്ട്. ഇവിടെയാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ഇവിടെ പറമ്പെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ നമ്മൾ കണ്ട വ്യൂ ഒന്നുകൂടി കാണിക്കാം. കാഴ്ചയിൽ അപ്പോൾ ഇവിടെ ഈ മണ്ണ് കുറച്ചുകൂടി മുകളിലേക്ക് ഇങ്ങനെ സെറ്റാക്കി നിർത്തുകയാണ്. ആ മണ്ണ് ഇവിടെ വീണാലേ വീട് പണിക്ക് അത് സുഗമമാകുകയുള്ളൂ. ഇവിടെ മണ്ണ് ആവശ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിർത്തിയിൽ നമ്മുടെ 3 ഓമയ്ക്ക കുട്ടന്മാരിങ്ങനെ നിൽക്കുന്നു. ഓമയ്ക്ക എനിക്ക് വളരെ ഇഷ്ടമാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നിങ്ങൾക്ക് ഓമയ്ക്ക തിന്നുന്ന നല്ലതാണ് നമ്മുടെ ശരീര ശുദ്ധീകരണത്തിന്. അപ്പം ഡെയിലി ഒരു ഓമയ്ക്ക അടിക്കുന്നതല്ല, അത് നന്നായി. അപ്പോൾ ഇങ്ങനെ വീട് പണിയൊക്കെ ഇനി പുരോഗമിക്കുന്നു. അത് നമ്മുടെ വഴിയാണ്. വഴി ഇങ്ങനെ, ഇത് കുഴൽക്കിണറാണ്. കുഴൽക്കിണർ നോക്കി സ്ഥാപിച്ചു. നമ്മുടെ വഴി, റോഡിലേക്കുള്ള വഴിയാണ് കാണുന്നത്. ഒരു കിണറുണ്ട്. അത് ഈ വീടിനോട് ചേർന്ന് നേരത്തെ ഉണ്ടായിരുന്ന കിണറാണ്. ഇത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും വെള്ളം. പക്ഷേ നമുക്കിവിടെ കുഴൽക്കിണർ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇതാണ് വ്യൂ. അപ്പോൾ ഒരിക്കൽ കൂടി വ്യൂ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.